നമസ്കാരം കൂട്ടുകാരെ. ഞാൻ ഇന്നിവിടെ പറയാൻ പോണത് ഒരു ചെറിയ കുട്ടിയാനയുടെ കഥയാണ്. കുട്ടിയാനയുടെ കഥ കേട്ടാൽ നിങ്ങൾ കരയും. കാരണം കുട്ടിയാനയ്ക്ക് സഹോദരനും സഹോദരിയും എല്ലാവരും ഉണ്ടായിരുന്നു. കുട്ടിയാന നല്ല സന്തോഷവാനായിരുന്നു. നേരത്തെ പറഞ്ഞ പോലെ ഒരു സഹോദരി ഉണ്ടായിരുന്നു. അവിടുത്തെ ഒരു തീപിടുത്തത്തിൽ, കാട്ടിലെ തീപിടുത്തം നമുക്കൊക്കെ അറിയാമല്ലോ, പ്രത്യേകിച്ച് മുതിർന്നവർക്കും കുട്ടികൾക്കൊക്കെ അറിയാമല്ലോ. ഒരു തീയിൽ കുട്ടിയാനയുടെ കുടുംബം വെന്ത് നശിച്ചു. കുട്ടിയാനയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതെ കുട്ടിയാന ഇങ്ങനെ മന്ദം 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 നടന്നു. അപ്പോൾ ഒരു കുഞ്ഞു തത്തമ്മക്കിളി വന്ന് പറഞ്ഞു, കുട്ടിയാണേ, നീ വിഷമിക്കണ്ട, കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, നിന്റെ കുറേ ഞാനുണ്ട്. അപ്പോൾ കുട്ടിയാനയ്ക്ക് ആ കണ്ണിലെ തത്തമ്മയുടെ ആ ഒരു ചുണ്ട് വെച്ച് കുട്ടിയാനയുടെ കണ്ണിങ്ങനെ തുടച്ചു കൊടുത്തു. കേട്ടപ്പോൾ എനിക്ക് പറയുന്ന ഞാനാണെങ്കിലും കേൾക്കുന്ന നിങ്ങൾക്കാണെങ്കിലും എനിക്ക് ചെറിയൊരു വിഷമമുണ്ട്. പിന്നെ അതെല്ലാം കഴിഞ്ഞു. അന്നാ കുഞ്ഞുണ്ട്. കുട്ടിയാന എന്തിനാ വിഷമിക്കുന്നത്? കുട്ടിയാനയ്ക്ക് ഞാനുണ്ട്, എൻ്റെ കുടുംബമുണ്ട്, എല്ലാവരും ഉണ്ട്. മറ്റു പലർക്കും കുട്ടിയാനയുടെ കാര്യം ആലോചിച്ച് വിഷമമായി. മറ്റു പലർക്ക് കുട്ടിയാനക്ക് ദേഷ്യം ഉണ്ടായിരുന്നു. ചിലവർ ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി, കുട്ടിയാന എന്ത് ഭാഗ്യവാനാണ് അല്ലേ എന്ന് പറഞ്ഞ പോലെയാണ് കുട്ടിയാനയും നമുക്കൊരു ജീവന അനുഭവം തരുന്നൊരു കാര്യമാണ്. കൂട്ടിനാരെയും ഉണ്ടാവട്ടെ, പക്ഷേ ഒറ്റയ്ക്ക് നടക്കാൻ നമ്മൾ ശീലിക്കണം. എന്ത് മനോഹരമായിട്ടുള്ളൊരു തിങ്ങിയ കുട്ടിയാണ് തരുന്നത്. നമ്മളൊക്കെ ജീവിതത്തിൽ എല്ലാവർക്കും എല്ലാവരും കാണും. പക്ഷേ നമ്മൾ പലരും പറയും, നമുക്കൊന്നും ആരുമില്ല. എടോ, കുട്ടിയാന ഒറ്റയ്ക്കായെങ്കിൽ കുട്ടിയാനയുടെ കൂടെ കൂട്ടായ്മകളുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ കൂടെ സൗഹൃദമുണ്ട്. നല്ല സൗഹൃദം ചേർത്ത് പിടിക്കും, നല്ല അല്ലാത്ത സൗഹൃദം വിട്ടുക. കുട്ടിയാന ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നെ അവർ ഒരു ഫാമിലി ആയിട്ട് മാറി. സൗഹൃദവും കളിച്ചിരികളും കുടുംബവും ഒക്കെ ആയിട്ട് നല്ലൊരു ഫാമിലിയിൽ നമ്മൾ കുട്ടിയാന പോയി. അപ്പം ഇതിനകത്ത് നല്ലൊരു മെസ്സേജ് ഉണ്ട്. ഇത് കേൾക്കുമ്പോൾ എൻ്റെ കൂട്ടുകാർക്കും എനിക്ക് തരാൻ പറ്റുന്ന ഏറ്റവും വലിയ മെസ്സേജാണ്.